തുടങ്ങി വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നം വന്നു, അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ ഒരു ദിവസം എനിക്ക് വളരെ ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എനിക്കും ദേഷ്യം അല്ലെങ്കിൽ വരും. ഞാൻ മാക്സിമം എത്രത്തോളം ക്ഷമിക്കാമോ അത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്കത് കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ഇല്ല, അതാണ് നല്ലത്. പക്ഷെ ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല, ഡിവോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. വരാതെ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ആവി വ്ളോഗ്സിലെ അവിനാശും സ്വാതിയും തമ്മിലുള്ള പ്രശ്നം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ അറിയിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആവി വ്ളോഗ്സ് ആരാണ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരുപാട് കാലങ്ങളായി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു പയ്യനാണ് അവിനാശ്. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വന്നെങ്കിലും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ട്രാവൽ വ്ളോഗ്സ് ആയിരുന്നു അവിനാശ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് വളരെ കുറച്ച് ട്രാവൽ വ്ളോഗേഴ്സ് മാത്രമേ മലയാളത്തിലുള്ളൂ എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിനാശ് ഉയർന്നു വന്നു. ഒരു ഹോണ്ട ഡിയോ സ്കൂട്ടറുമായി ഇന്ത്യ ചുറ്റാനിറങ്ങിയ ആ പയ്യനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സ്വാതി എന്ന പെൺകുട്ടി അവിനാശിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. 4 വർഷം മുമ്പാണത്. കല്യാണം കഴിഞ്ഞതോടെ ട്രാവൽ വ്ളോഗ് എന്നതിൽ നിന്നും ഒരു ഫാമിലി വ്ളോഗ് സെറ്റപ്പിലേക്ക് അവിനാശിന്റെ ചാനൽ മാറാൻ തുടങ്ങി. ആ സമയത്ത് പിന്നെ ഫാമിലി വ്ളോഗേഴ്സ് ആണല്ലോ രാജാക്കന്മാർ. സോ ഇവരുടെ വീഡിയോസ് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ട്രാവൽ വ്ളോഗിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാമിലി വ്ളോഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വെറുതെ ക്യാമറ ഓണാക്കി ഒരു സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി. വീട്ടിൽ എന്ത് നടന്നാലും അതെല്ലാം കണ്ടന്റ് ആണല്ലോ. ഇങ്ങനെ സ്വാധീനമൊത്തുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെ പെട്ടെന്ന് ഒരു ദിവസം അവിനാശിന്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിന്നു. ഏകദേശം 1 വർഷം മുമ്പാണത്. പിന്നീട് വരെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. യാതൊരു എക്സ്പ്ലനേഷനോ മറ്റോ തരാതെയാണ് അവിനാശ് പോയത്. എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതിനിടയിൽ സ്വാധീന്റെ ചാനൽ ഒരു വീഡിയോ വന്നു. അവ ഇവിടെ ഞങ്ങൾ പിരിഞ്ഞോ എന്ന തംബ്നെയിലായിരുന്നു ആ വീഡിയോ വന്നത്. ഏകദേശം 1 വർഷം മുമ്പാണത്. അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ അവ യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളമായിട്ടുണ്ടായിരുന്നു. വീണ്ടും പഴയ പോലെ വീഡിയോസ് ചെയ്യണം, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെയായിരുന്നു അവ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് ആ വീഡിയോ ചെയ്തതിനു ശേഷം അവ വീണ്ടും അപ്രത്യക്ഷനായി. പഴയ പോലെ വീഡിയോകൾ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ ആളെ പിന്നെ ആരും കണ്ടില്ല. അതിനിടയിൽ സ്വാതി അബുദാബിയിൽ പുതിയ ഷോപ്പൊക്കെ തുടങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 3 മാസം മുമ്പ് അവ തന്റെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നു. മോറൽ ഓഫ് ദ സ്റ്റോറി ബ്രേക്കപ്പ് ആയോ എന്നായിരുന്നു ആ വീഡിയോക്ക് തംബ്നെയിൽ കൊടുത്തത്. ആ വീഡിയോയിലൂടെ അവ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കഴിഞ്ഞ 1 വർഷം താൻ കടന്നു പോയത് എന്നാണ് അന്ന് അവ പറഞ്ഞത്. അവിടെയും ഇവിടെയും തൊടാതെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതെങ്കിലും ആളുകൾക്ക് സംഭവം മനസ്സിലായി. അവയും സ്വാതിയും പിരിഞ്ഞു എന്ന് എല്ലാവരും ഉറപ്പിച്ചു. അതിനിടയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് കാര്യങ്ങളായിട്ട് ആളിങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് വരും, ഇനി സ്ഥിരം വീഡിയോ ചെയ്യുമെന്ന് പറയും. പിന്നെ 2-3 മാസത്തേക്ക് ആളുടെ ഒരു വിവരവും ഉണ്ടാവില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാത്തത്. പക്ഷെ എത്രയൊക്കെ ഡിലേ വന്നാലും ആളുകൾ ഇവന്റെ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അധികം വെറുപ്പിക്കാത്തൊരു യൂട്യൂബർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇവന് ഇഷ്ടമാണ്. എന്തായാലും ഇത്തവണയും ഞാൻ ഇനിയും സ്ഥിരമായി വീഡിയോ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആവി വന്നിരിക്കുന്നത്. അമ്മ വന്നു ഞാൻ ഡിവോഴ്സ് ആയോ എന്ന ടൈറ്റിലിൽ 6 ദിവസം മുന്നേ ആവിയുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സ്ഥിരം വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ ആൾ ഒരാഴ്ചയായിട്ടും വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്തേലും ആവട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആ വീഡിയോയിലൂടെ അവിനാശ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. ഹായ് ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് കുറച്ച് നാളായി. എന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അത് ഞാൻ ഓക്കെ ആയിരുന്നു, കുറച്ച് വീഡിയോ കിട്ടിയാൽ വന്നതാണ്. പിന്നെയും എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അത് കാരണം എനിക്ക് വീഡിയോ ഒക്കെ വീണ്ടും മുടങ്ങിപ്പോയി. ഇനി ഞാൻ ഈ വീഡിയോ എന്നാണോ ഇടുന്നത് അന്ന് മുതൽ റെഗുലർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് എന്റെ മനസ്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അതിൽ മാക്സിമം എഫോർട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ എന്റെ തീരുമാനം എന്താണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി എന്റെ അടുത്ത പരിപാടികൾ എന്താണ്? നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. അപ്പൊ അതിലൊരു തീരുമാനം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഒന്നാകുമോ, സെപ്പറേറ്റ് ആകുമോ, എന്താണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയും. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നതാണ്. ആ സാഹചര്യങ്ങൾ നമുക്ക് അനുവദിച്ചില്ല. അന്ന് ഒരു പ്രശ്നം ഉണ്ടായി, അമ്മയെ വിളിക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. അതൊക്കെ നമുക്ക് അമ്മയും കൂടെ വരുമ്പോൾ ഞാൻ പറയാം. ഇനി ഞാനൊരു ഗ്യാപ്പ് വരുത്തത്തില്ല. ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും വെച്ചിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ നിറയെ മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് എന്നെ ഇത്ര സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ട വാക്കുകളൊന്നും കിട്ടുന്നൊന്നുമില്ല. ചിലരൊക്കെ എന്നെ ദേഷ്യത്തിന് ചീത്ത വരെ വിളിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട്. അത് സ്നേഹം കൊണ്ടാണ്. അപ്പം എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഞാൻ എല്ലാം കുറേ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്. അപ്പോൾ കുറേ പേർക്ക് ഞാൻ അത് കാരണം ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, എൻ്റെ സാഹചര്യങ്ങൾക്കൊക്കെ കൊണ്ടിട്ടാണ്. എന്തായാലും ഞാൻ ഇനി റെഗുലർ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വളരെ നല്ല കാര്യം. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് 1 മാസത്തോളം നീ യൂട്യൂബിൽ നിന്ന് മാറി നിന്നു. ഇനി തിരിച്ചു വരേണ്ട സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഫാമിലി വ്ളോഗേഴ്സിനിടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് മാക്സിമം മുതലാക്കി വീഡിയോ ചെയ്ത് വരുമാനം ഉണ്ടാക്കാറാണ് പതിവ്. പരസ്പരം ചളി വാരി എറിഞ്ഞും പല്ലിന്റെ ഇട കുത്തി മണപ്പിച്ചും എന്ത് നാറിയ പരിപാടി കാണിച്ചിട്ടാണെങ്കിലും റീച്ചിനും പൈസക്കും വേണ്ടി ചില ഫാമിലി വ്ളോഗേഴ്സ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവ അങ്ങനെ ആയിരുന്നില്ല. അവൻ യൂട്യൂബിൽ നിന്ന് തന്നെ മാറി നിന്നു. ഇനി അതിന്റെ ആവശ്യമില്ല, തിരിച്ചു വരുന്നത് തന്നെയാണ് നല്ലത്. സ്വാതിയുടെ മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അവൾ അബുദാബിയിൽ ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ അവയ്ക്കും ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. എന്തായാലും കുവൈത്തിൽ ജോലിക്ക് പോയിരുന്ന അവയുടെ അമ്മ ഇപ്പൊ തിരിച്ചെത്തിയിട്ടുണ്ട്. അമ്മയോടൊപ്പം നിന്നുകൊണ്ടാണ് ആ
നാവി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അന്ന് കേട്ടോ. അപ്പൊ അറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ. സംസാരിക്കുന്നതിന് താല്പര്യമില്ല. സ്വാതിയുടെ വഴി, അവിനാശിന്റെ വഴി, അങ്ങനെ പോട്ടെ. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നിനും ഞങ്ങൾ പോകുന്നില്ല. ഇപ്പം അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇനി എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ഇല്ല, അതാണ് നല്ലത്. സ്വാതിയുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവിനാശിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പക്ഷെ ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല. ഡിവോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അവള് വരാതെ പറ്റത്തില്ലല്ലോ. അവളെ ഇന്ന് നാട്ടിൽ വരുന്നു, ഇന്ന് ഡിവോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ തമ്മിൽ ഇപ്പം മെസ്സേജ് ഒക്കെ കോൺടാക്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺടാക്റ്റും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഇപ്പം അതിന് എനിക്ക് താല്പര്യവും ഇല്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മറന്നു എന്ന് തന്നെ പറയാം. അല്ല, മറന്നു, അങ്ങനെ തന്നെ പറയാം. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ അമ്മയുടെ അടുത്തും അല്ല ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ എല്ലാ വിഷയത്തും അവിടെ അബുദാബിയിൽ എത്തിയതിനു ശേഷമാണ് വിവരങ്ങളൊക്കെ അറിയുന്നത് പോലും. അതുവരെ ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. അതുവരെ നമ്മൾ വിചാരിക്കുന്നത് ഇവര് ഈ കോള് വെയിറ്റിംഗ്, കോള് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇവര് ഭയങ്കര സന്തോഷപ്പെടുന്നു. നമുക്കറിയില്ല. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിനാശും അമ്മയും ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി അഭിനന്ദനാർഹമാണ്, അല്ലേ? അത് പറയാതിരിക്കാൻ വയ്യ. വളരെ പക്വമായിട്ടാണ് രണ്ടുപേരും സംസാരിച്ചത്. അനാവശ്യമായി സ്വാതിയെ കുറ്റപ്പെടുത്താനോ ചളിവാരി എറിയാനോ ഒന്നും രണ്ടുപേരും മുതിരുന്നില്ല എന്നുള്ളതാണ്. സ്വാതിയെ കുറിച്ച് കുറച്ച് കുറ്റങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു. വീഡിയോക്ക് ഇതിനും നല്ല റീച്ച് കിട്ടിയേനെ. നാളെ സ്വാതി അതിന് മറുപടിയുമായി വരുമ്പോൾ വീണ്ടും ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്യാമായിരുന്നു. സാധാരണ ഫാമിലി വ്ലോഗേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ ചെയ്യാറ്. പക്ഷെ അങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾക്കൊന്നും അവിനാശും അമ്മയും നിന്നില്ല എന്നുള്ളതാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സ്വാതിക്ക് സ്വാതിയുടെ വഴി, അവിനാശിന്റെ വഴി എന്നാണ് അവിനാശിന്റെ അമ്മ പറഞ്ഞത്. സ്വാതി തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. തുടങ്ങി വന്നത്. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നം വന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ ഒരു ദിവസം എനിക്ക് വളരെ ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. എനിക്കും ദേഷ്യം അല്ലെങ്കിൽ വരും. ഞാൻ മാക്സിമം എത്രത്തോളം ക്ഷമിക്കുക അത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് അത് കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഒരു ചെറിയൊരു 2 മിനിറ്റ് വീഡിയോ ചെയ്തായിരുന്നു. 2 മിനിറ്റ് വീഡിയോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനത് പെട്ടെന്ന് തന്നെ വന്നിട്ട് റിമൂവ് ചെയ്തായിരുന്നു. ഞാൻ നാളെ എന്തായാലും ഉറപ്പായിട്ടും മരിച്ചിട്ടില്ല, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരും, എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ. പക്ഷെ അത് എനിക്ക് പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് തോന്നി എന്തിനാ വെറുതെ. അപ്പോഴത്തെ ഒരു ദേഷ്യമായിരുന്നു. ഞാൻ പിന്നെ നല്ല പോലെ ആലോചിച്ചിരുന്നു. ഇനി വേണ്ട, ഞാനും ഇനി ഒരു പ്രശ്നം ഞാൻ ആർക്കും അല്ലേ ഞങ്ങൾ ഇനി ആർക്കും ഒരു പ്രശ്നം തോന്നില്ല, ഒരു പ്രശ്നമില്ല. ഇനി അവർക്ക് അവളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഈ ഒരു കാര്യത്തിൽ ഇതാണ് ഞങ്ങളുടെ ഇത് അവസാനമാണ് അല്ലേ അവസാനം. ഇതിനെ കുറിച്ച് ഇനി ഞാൻ വീഡിയോ ഒന്നും ചെയ്യത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്. അപ്പം മനുഷ്യരാണ്, എപ്പോ വേണമെങ്കിലും മാറാം. ഞാൻ ആരെയും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ല. ഓക്കെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശരികളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആരോടത്തും, എനിക്ക് പേഴ്സണലി എനിക്ക് ആരോടും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഞാൻ വീഡിയോ സന്തോഷമായിട്ട് ജീവിക്കും. അതെ അതെ, എനിക്കിനി അതത്രേ ഉള്ളൂ. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല. ഒരു വിധത്തിലും പരസ്പരം ഒത്തുപോകാത്ത ബന്ധത്തിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നതിലും ഭേദം ആ ബന്ധം ഒഴിവാക്കുന്നത് തന്നെയാണ്. അവരവരുടെ പാട്ടിന് ജീവിക്കാൻ വിടുന്നത് തന്നെയാണ് അതിന്റെ മര്യാദ. പരസ്പരം കുറ്റപ്പെടുത്താതെ പിരിയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവർ സന്തോഷകരമായി ജീവിക്കട്ടെ എന്ന് പറയാൻ കുറച്ച് പേർക്ക് മാത്രമേ കഴിയൂ. എന്തായാലും താങ്കൾക്കിടയിൽ എവിടേക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അവിനാശ് എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല, സ്വാതിയെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ഈ വീഡിയോയിലും അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളുടെ കമന്റ് ബോക്സിലും സ്വാതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. 1-2 ഞാൻ വായിച്ചുതരാം. ആ പെണ്ണ് മോന് ചേരില്ലായിരുന്നു, മാറ്റി തന്നതാണ് ദൈവം. അവളെ ഈ കോലത്തിലാക്കിയെടുത്തതിന് നിനക്ക് നന്ദി. അവൾ ജീവിക്കട്ടെ. അവൾ പണത്തിന് പിറകെ പോയി, അവി സ്നേഹത്തിന് പിറകെ പോയി. അതാണ് സംഭവിച്ചത്. പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല, ചതിക്കും. എവിടെയാണെങ്കിലും അവൾ നന്നായി ജീവിക്കില്ല. അവൾ കൂടുതൽ സൗകര്യവും സുഖവും തേടിപ്പോയി, അത്ര തന്നെ. നീ ഇനി ജീവിച്ച് കാണിക്കുക. കണ്ടല്ലോ, ഈ ശൈലിയിലാണ് ഒട്ടുമിക്ക കമന്റുകൾ വന്നിട്ടുള്ളത്. സ്വാതിയെ ഇന്ന് കാണുന്ന പോലെ ആക്കിയത് അവിനാശാണ്. എന്നിട്ട് അവർക്ക് കുറച്ച് പൈസ ഒക്കെ ആയപ്പോൾ അവിനാശിനെ ഇട്ടിട്ട് പോയി. ഈ രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം സ്വാതി ഇങ്ങനെ കൂടുതലായിട്ട് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അവിനാശ് ഇതുവരെയും സ്വാതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വാതി കാരണമാണ് എല്ലാം സംഭവിച്ചത് എന്ന ഊഹത്തിന് പുറത്ത് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ചെയ്യില്ല എന്നുള്ളതാണ് അവിനാശ് പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യം. പക്ഷെ സ്വാതിന് മിണ്ടാതിരിക്കുമെന്ന സംശയമാണ്. കാരണം അവിനാശ് അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലെങ്കിൽ പോലും ഈ വീഡിയോക്ക് ശേഷം സ്വാതിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. സ്വാതി അവളുടെ ഭാഗം സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നാലും അത്ഭുതപ്പെടാനില്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ടോപ്പിക്കുമായി വീണ്ടും കാണാം.